പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ആദിശക്തി മഹോത്സവം കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ചയാണ്. അപ്പോൾ കഴിഞ്ഞ ഈ വർഷം മുഴുവൻ നമ്മൾ ബാബുജി മഹാരാജിൻ്റെ 125ാമത്തെ ജന്മദിനം ഒരു വാർഷികമായിട്ട് ആഘോഷിക്കുകയാണ്. ഇത് നമ്മൾ അടുത്ത ഏപ്രിൽ 30 വരെ തുടരുന്നതാണ്. അപ്പോൾ എല്ലാ സത്സംഗങ്ങളും നമ്മൾ ഓരോ ഭണ്ഡാരയായിട്ട് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇത്തവണത്തെ ലാലാജി മഹാരാജിൻ്റെ ബർത്ത്ഡേ മാസ്റ്റർ തന്നെ അതിനെ ആദിശക്തി മഹോത്സവം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ആദിശക്തി എന്താണെന്നുള്ളത് പലരും പല സന്ദർഭത്തിലും എന്നോട് ചോദിക്കാറുണ്ട്. അത് ആ വാക്കിൽ തന്നെ ഉണ്ട്. ആദിശക്തി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ തുടക്കത്തിലുണ്ടായിരുന്ന ആ ശക്തി, സൃഷ്ടിക്ക് കാരണമായ ശക്തി, അതിൽ നിന്നാണ് സൃഷ്ടിയുടെ തുടക്കം. അപ്പോൾ ആ അവസ്ഥയിലേക്ക് ഒരു യോഗി കടന്നു ചെന്ന് അദ്ദേഹം അത് ആത്മീയ സാധകനിലേക്ക് സംപ്രേഷണം ചെയ്യുന്ന രീതിയാണ് പ്രാണാഹൂതി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ആന്തരികമായിട്ട് സമാധി എന്നുള്ള ഒരു അവസ്ഥ കിട്ടും. ബോധത്തിൻ്റെ സന്തുലിതാവസ്ഥ, സമ ആദി. സമം എന്ന് വെച്ചാൽ സന്തുലിതാവസ്ഥ, ആദി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ സൃഷ്ടിയുടെ തുടക്കത്തിലുണ്ടായിരുന്ന സന്തുലിതാവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുക, അതാണ് ഈ പ്രാണാഹൂതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളതിന് ചെയ്യണം എന്താണ്? നമ്മൾ ധ്യാനത്തിലിരിക്കുന്നു. ഇപ്പോൾ ധ്യാനം എന്നുള്ളതിന് സാധാരണ ഡിക്ഷണറിയിലൊക്കെ അർത്ഥം എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ധ്യാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ധ്യാൻ എന്ന് പറയുന്നത് ധി പ്ലസ് യാൻ എന്നുള്ള 2 വാക്കുകളാണ്. ധി എന്ന് പറയുന്നത് ബോധത്തിൻ്റെ അല്ലെങ്കിൽ വിവേകത്തിൻ്റെ ഉന്നതമായ അവസ്ഥ. യാൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം. ഇപ്പൊ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വാഹനം, ഈ വാഹനത്തിൻ്റെ ഇന്ധനമാണ് പ്രാണാഹൂതി അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ലാലാജി മഹാരാജാണ് ഈ പ്രാണാഹുതിയെ പുനരാവിഷ്കരിച്ച് ജാതി, വർണ്ണ, വർഗ, സാമ്പത്തിക ഉപാധികളില്ലാതെ ആത്മീയ അന്വേഷകരിലേക്ക് ഈ പ്രാണാഹുതി പ്രയോഗിക്കുക എന്നുള്ള സംഗതി തുടങ്ങി വെച്ചത് ലാലാജി മഹാരാജാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ നമ്മൾ അതുകൊണ്ട് തന്നെ ആദിശക്തി മഹോത്സവം എന്ന് വിളിക്കുന്നത് വളരെ യോജിച്ച ഒരവസരമാണ്. അപ്പോൾ ഈ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് 3 സിറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും തുറന്ന ഹൃദയത്തോടുകൂടി പ്രാർത്ഥനാ നിർഭരമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ പ്രാണാഹുതി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാണാഹുതിയുടെ ഒരു സ്വിച്ചായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ധ്യാനത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാണാഹുതിയുടെ വാതിൽ തുറക്കുന്ന പോലെ, ഒരു സ്വിച്ച് ഓപ്പൺ ചെയ്യുന്ന പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തുറന്ന ഹൃദയത്തോടെ, ആനന്ദത്തോടെ, സന്നദ്ധനായിട്ടിരിക്കുക മാത്രമേ ഇത് സ്വീകരിക്കാൻ ആവശ്യമുള്ളൂ. ലാലാജി മഹാരാജ് ബോധത്തിൻ്റെ 4 അവസ്ഥകളിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുന്നത് പറയുന്നുണ്ട്. അത് തന്നെ പറയുക, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വാച്യാർത്ഥമാണ്. മഹത് വ്യക്തികൾ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രവിക്കുക, അവരെഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, അവരുമായി നമ്മൾ ആശയവിനിമയം നടത്തുക.
ആ സ്റ്റേജാണ് ബോധത്തിന്റെ ആദ്യത്തെ ഉണർവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം വാച്യാർത്ഥം എന്ന് പറയും. അടുത്ത സ്റ്റേജിൽ അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ഈ വാച്യാർത്ഥമായിട്ട് നമുക്ക് കിട്ടുന്ന അറിവ് അനുഭവവേദ്യമാകുന്ന അവസ്ഥയാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് അദ്ദേഹം പറയുന്നത്. അത് രണ്ടാമത്തെ സ്റ്റേജാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം മൂന്നാമത്തെ സ്റ്റേജ് പറയുന്നത് ഈ യഥാർത്ഥ അനുഭവം അതുമായി നമ്മൾ താതാത്മ്യം പ്രാപിക്കുക. ദിവ്യത്വവുമായിട്ടുള്ള താതാത്മ്യം അല്ലെങ്കിൽ ഈശ്വരനുമായിട്ടുള്ള താതാത്മ്യം, ആ അവസ്ഥയെ അദ്ദേഹം തദ്രൂപ എന്ന് പറയുന്നു. അതാണ് മൂന്നാമത്തെ ബോധത്തിന്റെ അവസ്ഥ അദ്ദേഹം പറയുന്നത്. ഈ തദ്രൂപ എന്നുള്ള ബോധത്തിന്റെ അവസ്ഥ നമ്മളുടെ ബോധത്തിൽ സ്ഥിരമാക്കുമ്പോൾ, നമ്മൾ ധ്യാനത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും ആ അവസ്ഥ ആ തദ്രൂപ എന്നുള്ള അവസ്ഥ സ്ഥിരമാവുന്ന സമയത്ത് അതിനെ തുരീയാതീത് എന്ന് വിളിക്കുന്നു. തുരീയാതീതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയും, അല്ലെങ്കിൽ ധ്യാനാവസ്ഥ. ഇങ്ങനെയാണ് ലാലാജി മഹാരാജ് ഈ 4 ബോധത്തിന്റെ അവസ്ഥകളെ പറയുന്നത്. ബാബുജി മഹാരാജ് ഇതേ കാര്യം തന്നെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹം പറയും മതം എന്ന് പറഞ്ഞാൽ ഒരു തത്വചിന്ത, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. ആ തത്വചിന്തയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഭവവേദ്യമാകുന്ന അവസ്ഥയാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ദിവ്യത്വം എന്നുള്ള ചിന്ത, മതം എന്ന് പറയാം. ദിവ്യത്വം എന്നുള്ള അനുഭവം, അതിനെ നമുക്ക് ആത്മീയത എന്ന് പറയും. ആ ദിവ്യ അനുഭവങ്ങൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ദിവ്യ അനുഭവങ്ങൾ നമുക്ക് മതിയായി, ദിവ്യത്വം തന്നെ ആയിത്തീരണം എന്നുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ വരും. തുടർച്ചയായിട്ടുള്ള ഈ സംപ്രേഷണത്തിന്റെ പ്രവാഹത്തിലൂടെ. അപ്പൊ ആയിത്തീരുക, ദിവ്യത്വം എന്നുള്ള അവസ്ഥയാണ് അടുത്ത സ്റ്റേജ്. അതിനെ ബാബുജി മഹാരാജ് യാഥാർത്ഥ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആ യാഥാർത്ഥ്യത്തിന്റെ അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുമ്പോൾ നമുക്ക് അനുഭൂതി അല്ലെങ്കിൽ സച്ചിദാനന്ദം എന്നുള്ള അവസ്ഥ കിട്ടും. നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ള ബോധം തന്നെ നമുക്ക് അനുഭൂതിയാവുന്ന അവസ്ഥ. അതും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോധത്തിന് ഒരു ഘനീഭാവം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ അതും വിട്ട് ശൂന്യത, അടുത്ത സ്റ്റേജിലേക്ക് പോകണം. ബാബുജി മഹാരാജ് ആ ശൂന്യതയ്ക്കും അനന്തമായിട്ടുള്ള ലെയറുകളിലൂടെ നമ്മളെ ബോധം തുടർച്ചയായിട്ട് വികസിക്കുന്ന കാഴ്ച പ്രാണാഹുതിയുടെ സഹായത്തോടുകൂടി നമുക്ക് ദർശിക്കാൻ കഴിയും, അല്ലെങ്കിൽ അനുഭവവേദ്യമാക്കാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു, ആത്മീയത അവസാനിക്കുമ്പോൾ യാഥാർത്ഥ്യം തുടങ്ങുന്നു, യാഥാർത്ഥ്യം അവസാനിക്കുമ്പോൾ നമുക്ക് അനുഭൂതി അല്ലെങ്കിൽ സച്ചിദാനന്ദം, സച്ചിദാനന്ദം അവസാനിക്കുമ്പോൾ നമ്മൾ അനന്തതയുടെ നേരെ ബോധത്തിന്റെ തുടർച്ചയായിട്ടുള്ള വികാസം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വളരെ ലളിതമാണ്. ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ്. രാവിലെ ധ്യാനം, വൈകുന്നേരം ശുദ്ധീകരണം, കിടക്കാൻ സമയത്ത് ഒരു പ്രാർത്ഥന. തുറന്ന ഹൃദയത്തോടെ ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ സംപ്രേഷണം നമ്മളിലേക്ക് ഒഴുകുകയും. അപ്പോൾ വളരെ ലളിതമായ ഹാർട്ട്ഫുൾനെസ് പരിശീലനത്തിലൂടെ ഉന്നതമായ ആധ്യാത്മിക നില, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള മഹത്തായൊരു പദ്ധതിയാണ് ആദിഗുരുവായ ലാലാജി മഹാരാജ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് അതിനെ ആദിശക്തി മഹോത്സവം എന്ന അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷത്തിനെ നമ്മൾ വിളിക്കാൻ കാരണം ഇതാണ്. ദാജിന്ന് ഇത്തവണ നമുക്ക് തന്ന പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അവിടെ നമ്മുടെ കേന്ദ്ര മന്ത്രി, ഈ കൾച്ചറൽ മിനിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം രാത്രി വളരെ വൈകിയാണ് കാൻഡയിലെത്തിയത്.
ഏകദേശം 1 മണിക്ക്. അത് കഴിഞ്ഞ് 6 മണിക്ക് അദ്ദേഹം സത്സംഗത്തിന് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെതായിട്ടുള്ള പ്രഭാഷണമല്ല നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുക. പിന്നെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകളിലും ഹാർട്ട്ഫുൾനെസ്സിൻ്റെ സ്വാധീനം നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ദാജി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത്ര കഷ്ടപ്പെട്ട് വരേണ്ടിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുടെ തിരക്ക് പിടിച്ച പരിപാടികൾക്കിടയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് വരാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തതാണ്, വാഗ്ദാനം ചെയ്തതല്ല, അതുകൊണ്ട് ആ വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ദാജി പറഞ്ഞു, ഒരു വാഗ്ദാനം നമ്മൾ കൊടുത്തത് അത് നമുക്കും മറ്റുള്ളവർക്കും വേദനയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ വാഗ്ദാനത്തിനെ ലംഘിക്കാനും നമ്മൾ മടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് 2 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് രാമായണവും മഹാഭാരതവും സൃഷ്ടിച്ചത്. 2ഉം യുദ്ധത്തിലാണ് കലാശിക്കുന്നത്. രാമായണത്തിലാണെങ്കിൽ ദശരഥൻ അദ്ദേഹത്തിൻ്റെ അർഹതയില്ലാത്ത ഭാര്യയായിട്ടുള്ള കൈകേയിക്ക് കൊടുത്ത വാഗ്ദാനം, അതിൻ്റെ ഫലമായിട്ട് ശ്രീരാമൻ കാട്ടിലേക്ക് പോകേണ്ടി വന്നു. കുറേ നാള് അയോധ്യ അനാഥമായി. രാജാവ്, മഹത്തായ ഒരു രാജാവിൻ്റെ അസാന്നിധ്യം. അപ്പോൾ അർഹതയില്ലാത്ത ഭാര്യയ്ക്ക് കൊടുത്ത വാഗ്ദാനം അദ്ദേഹം ലംഘിക്കേണ്ടതായിരുന്നു. അപ്പോൾ ജീവൻ പോയാലും വാക്ക് ലംഘിക്കില്ല എന്ന് ദശരഥൻ തീരുമാനിച്ചുകൊണ്ടാണ് രാമായണത്തിലെ ഈ പ്രശ്ന സങ്കീർണതകളൊക്കെ ഉണ്ടായി. എത്രയോ പേരുടെ ഹൃദയം വേദനിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. അദ്ദേഹം പറയും, നമ്മുടെ ഹൃദയം മറ്റുള്ളവരുടെ ഹൃദയം വേദനിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഈ വാഗ്ദാനത്തെക്കുറിച്ച് നമ്മൾ പുനരാലോചിക്കണം, അത് ലംഘിക്കാൻ നമ്മൾ മടിക്കേണ്ടതില്ല. എന്നാൽ വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു മൂല്യമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനാണ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് നമ്മൾ കൊടുത്ത വാഗ്ദാനത്തെക്കാൾ. അതുപോലെ തന്നെ മഹാഭാരതത്തിലേക്ക് വന്നാൽ ഈ മഹാഭാരത യുദ്ധത്തിന് പ്രധാന കാരണം ഭീഷ്മരുടെ ശപഥമാണ്. ഹസ്തിനപുരത്തിൽ ആര് രാജാവായാലും അവരെ ഞാൻ സംരക്ഷിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം. അപ്പോൾ ധാർമ്മികനായിട്ടുള്ള ആളാണ് ഈ തെറ്റായിട്ടുള്ള വാഗ്ദാനം കൊടുക്കുന്നത്. അപ്പോൾ അധാർമികതയ്ക്ക് പോലും അദ്ദേഹത്തിന് കൂട്ടു നിൽക്കേണ്ടി വരുന്നു ഈ വാഗ്ദാനം പാലിക്കുന്നതിനായിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ധാർമ്മികനായിരുന്നെങ്കിൽ പാണ്ഡവന്മാരുടെ കൂടെയായിരുന്നു അദ്ദേഹം നിൽക്കേണ്ടിയിരുന്നത്. അപ്പോൾ ആ വാഗ്ദാനവും പിന്നീട് ഒരുപാട് ആളുകളുടെ ഹൃദയം വേദനിക്കേണ്ട അവസ്ഥയ്ക്ക് വന്നു. അപ്പോൾ വാഗ്ദാന ലംഘനമാണ് അവിടെ അനിവാര്യമായിട്ടുള്ളത്. അപ്പോൾ വാഗ്ദാനം എന്ന് പറയുന്നത് ഒരു മൂല്യമാണെങ്കിലും ഓരോ സാഹചര്യത്തിലും വർത്തമാനകാലത്തിൽ അടുത്ത് നമ്മൾ വിവേകപൂർവ്വം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കൊടുത്ത വാഗ്ദാനത്തെക്കാൾ മൂല്യമുള്ളത്. ഇത് നമ്മളെല്ലാവരും ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. പിന്നെ അദ്ദേഹത്തിനോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കേണ്ടായി അവിടെ. അപ്പോൾ ആദ്യമായി ചോദിച്ച അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പുസ്തകം പവർ ഓഫ് പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട്, വിരോധാഭാസത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യേണ്ടായി. അപ്പോൾ ഏകദേശം 25-26 വിരോധാഭാസങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. വിരോധാഭാസം എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് വൈരുദ്ധ്യം തോന്നുന്ന സാഹചര്യം. എന്താണ് ഈ വിരോധാഭാസത്തിൻ്റെ ശക്തി എന്നായിരുന്നു ചോദ്യം. അപ്പം അതിന് അദ്ദേഹം പറഞ്ഞു, ഒരാൾ പറയാണ്, ഞാൻ ജീവിതത്തിൽ എപ്പോഴും കളവ് മാത്രമേ പറയാറുള്ളൂ എന്നൊരാൾ പ്രസ്താവന നടത്തുകയാണെങ്കിൽ ആ പറഞ്ഞ പ്രസ്താവന സത്യസന്ധമായിരിക്കാം. അപ്പോൾ സത്യസന്ധമായിട്ടൊരാൾ പറയാണ്, ഞാൻ കളവ് മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ പ്രസ്താവനയും കളവായിരിക്കാം.
അപ്പോൾ പരസ്പര വൈരുദ്ധ്യമുള്ള ഒരു സാഹചര്യം നമുക്ക് പറയാം. സത്യസന്ധമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ കളവ് മാത്രമേ പറയുള്ളൂ എന്ന് പറയാൻ വേണ്ടി. അതേസമയം ഈ പ്രസ്താവന തന്നെ കളവായിരിക്കുക എന്ന് പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, പരസ്പര വൈരുദ്ധ്യമുള്ള സാഹചര്യങ്ങളാണ് ജീവിതം എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് ഇടുന്നത്. ഉദാഹരണത്തിന് ഹാർട്ട്ഫുൾനെസിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അനന്തമായ ലക്ഷ്യമാണ്. ബാബുജി മഹാരാജ് പറയുന്നത്, അനന്തമായ ലക്ഷ്യത്തിന് മുമ്പ് അറിയാത്ത ലക്ഷ്യത്തിനു നേരെ അനന്തമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ എന്ന് പറയുമ്പോൾ ലക്ഷ്യം എവിടെയോ വിദൂരമാണെന്ന് നമുക്ക് തോന്നും. അടുത്ത ബാബുജി മഹാരാജിന്റെ പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്യം വിദൂരമല്ല എന്ന്. ഒരു ഭാഗത്ത് ലക്ഷ്യം വിദൂരമല്ല, മറ്റൊരു ഭാഗത്ത് ലക്ഷ്യം അനന്തമാണെന്ന് പറയുമ്പോൾ നമുക്കിത് വൈരുദ്ധ്യമായിട്ട് തോന്നും. ലക്ഷ്യം വിദൂരം എന്ന് പറയുമ്പോൾ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യം എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് സംഭവിക്കാൻ പോവുക എന്നുള്ള ഒരു വിദൂരത നമുക്ക് അനുഭവപ്പെടാം. ഹാർട്ട്ഫുൾനെസ്സിൽ ജീവിത ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത സ്ഥലത്താണ്. ഇതുപോലെയുള്ള ജീവിത വൈരുദ്ധ്യങ്ങൾ ഓരോ നിമിഷവും നമ്മൾ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നേരിട്ടുകൊണ്ടേയിരിക്കും. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇതിനെ പരിഹരിക്കുക? ഇതിനെ പരിഹരിക്കാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. അതിൻ്റെ സെൻറ്റർ പോയിന്റ് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയുടെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളെ നമ്മുടെ ഹൃദയത്തിലൂടെ ബൈപ്പാസ് ചെയ്താൽ, ഹൃദയത്തിലൂടെ ബൈപ്പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് പോയി ധ്യാനിച്ചാൽ എന്താണ് ഓരോ സാഹചര്യത്തിലും ഈ വൈരുദ്ധ്യത്തിൽ നമ്മൾ എടുക്കേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് നമുക്ക് ബോധ്യമാവുന്നത്. അപ്പം ആ പരസ്പര വൈരുദ്ധ്യത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ തിരിയുമ്പോഴാണ് നമുക്ക് ബോധ്യമാവുന്നത്. മറ്റൊരു ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചത്, നമ്മൾ പലപ്പോഴും ആളുകൾക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ടാവും. ഏത് സാഹചര്യത്തിലും നെഗറ്റീവായിട്ട് ചിന്തിക്കാന്നുള്ളത്. അപ്പോൾ ചോദ്യം എന്താ വെച്ചാൽ, സാധാരണ നെഗറ്റീവായിട്ടുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തയായിട്ട് മാറ്റേണ്ടതുണ്ട് ബോധപൂർവം. അത് മാറ്റാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതം? ഇത് അദ്ദേഹത്തിൻ്റെ വിധിയെ ബാധിക്കുമെന്ന് ഈ നെഗറ്റീവായിട്ടുള്ള ചിന്ത എന്നാണ് ചോദിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും വളരെ പ്രായോഗികമായിട്ടുള്ള ചോദ്യം. നമുക്കൊക്കെ അറിയാം, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കില്ല നമ്മളുടെ പാറ്റേൺ പോസിറ്റീവാണോ നെഗറ്റീവാണോ. ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ പ്രതികരണം പോസിറ്റീവാണോ നെഗറ്റീവാണോ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള മനോഭാവം എന്നത് സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. സ്വഭാവമാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. സ്വഭാവം എന്നത് മനോഭാവവും പെരുമാറ്റ രീതിയും ലക്ഷ്യബോധവും ചേർന്നതാണ്. അപ്പം അതിൽ ഓരോ ഘടകം പ്രധാനപ്പെട്ടതാണെങ്കിലും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള മനോഭാവമാണ്. അപ്പോൾ ഈ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വഭാവമാണ് ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും നമ്മുടെ സമ്പത്ത് പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തിന് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം നമ്മുടെ പാറ്റേൺ, ശീലവിധേയത്വം നമുക്ക് മനസ്സിലാക്കി ഓരോ സാഹചര്യത്തിലും പോസിറ്റീവ് ആവേണ്ട ആവശ്യകത അനിവാര്യമാണ്. അപ്പം അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരാൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്, പരീക്ഷയ്ക്ക് വേണ്ട രീതിയിലൊന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് ഭയം ഉണ്ടാവും. അയ്യോ ഞാൻ ഈ പരീക്ഷയിൽ തോറ്റു പോകും എന്നുള്ള ചിന്തയാണെങ്കിൽ നമ്മൾ വയ്ക്കണം ഈ പരീക്ഷയിൽ ഞാൻ ബെറ്ററായിട്ട് ചെയ്യും എന്നുള്ളൊരു പോസിറ്റീവ് സജഷൻ വയ്ക്കണം. അപ്പം എല്ലാ സാഹചര്യത്തിലും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നമ്മുടെ ബോധത്തിന് ഉറപ്പിക്കലാണ് ഭൗതിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും അനിവാര്യമായിട്ടുള്ളത്. ഹാർട്ട്ഫുൾനെസ് പരിശീലനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ബോധത്തിനെ പല രീതിയിലും പ്രയോഗിക്കാൻ എളുപ്പമാണ്. ബോധത്തിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഒരു ബ്രോഡ്ബാൻഡ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് ഈ ബോധത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒരു അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. പക്ഷേ അത് നമ്മൾ പ്രയോഗക്ഷമമാക്കേണ്ടതുണ്ട്.
അദ്ദേഹം പറഞ്ഞു, ബാബുജി മഹാരാജിനോട് ഒരിക്കൽ യൂറോപ്പിൽ വെച്ച് ഒരാൾ ചോദിച്ചു ഇങ്ങനെ, ബാബുജി അങ്ങയെ പിടിച്ച് ജയിലിലിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ബാബുജി മഹാരാജ് പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചിന്തിച്ചുകൂടാ? ഞാൻ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സ്ഥലത്താണെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാന്ന് ചോദിച്ചു. അപ്പോൾ ബോധപൂർവ്വം അത് കറക്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാണ്ട് ഈ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ വീണ്ടും വീണ്ടും നമ്മൾ സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ വിധി ആ രീതിയിലായിരിക്കും. കാരണം എന്താ, നമ്മളെ ചിന്തകളും പ്രവൃത്തികളാണ് നമ്മളെ വിധി നിർണ്ണയിക്കുന്നത്. അപ്പോൾ മനോഭാവത്തിൽ നിന്നാണ് ചിന്തകൾ വരുന്നത്. അപ്പോൾ രാജി പറഞ്ഞതിന് എന്താണ് പരിഹാരം എന്ന് വെച്ചാൽ, ആർട്ട്ഫുൾനെസ്സിൽ പരിഹാരം വളരെ എളുപ്പമാണ്. കാരണം എന്താണ്, ഏറ്റവും നല്ല പോസിറ്റീവ് ചിന്ത എന്താണ്? എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഈ ലോകത്തിൽ നമുക്ക് വിഭാവനം ചെയ്യാവുന്നതിലെ ഏറ്റവും നല്ല പോസിറ്റീവ് തോട്ട്. അതിനപ്പുറത്തേക്ക് ഒരു പോസിറ്റീവ് തോട്ട് ഇല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ തോട്ടാണ് പ്രയോഗിക്കുന്നത് ധ്യാനത്തിൽ. ഒരു അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന എളുപ്പമാണ്. അപ്പോൾ ആ ധ്യാനം പോസിറ്റീവ് തോട്ടിൽ നമ്മൾ തുടങ്ങണം. അതിലൂടെ ധ്യാനാനുഭവം അല്ലെങ്കിൽ ദിവ്യത്വം നമുക്ക് ഉണ്ടാവണം. പ്രാണാഹുതിയുടെ സഹായത്തോടു കൂടി ആ ദിവ്യ അനുഭവം നമുക്ക് ഉണ്ടാവുമ്പോൾ ഈ പ്രാണാഹുതിയുടെ ഉറവിടത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും, മാസ്റ്ററെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ നന്ദിബോധം നമ്മുടെ ഉള്ളിൽ വളരും. നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും തന്നാൽ നമുക്ക് ആദ്യം ഉണ്ടാവണം നന്ദിബോധമല്ലേ? അതുകൊണ്ട് പക്ഷെ നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട്. ആ നന്ദിബോധം നമ്മെ അദ്ദേഹത്തിൻ്റെ സ്മരണയിലേക്ക് നയിക്കും. ആ സ്മരണ പിന്നീട് ദിവ്യ സ്നേഹമായിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മുടെ ആത്മീയ യാത്ര മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ നിരന്തര സ്മരണയാണ് നമ്മൾ സാക്ഷിഭാവം എന്ന് പറയുന്നത്. നമ്മൾ പോസിറ്റീവായിരിക്കുന്ന ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സാക്ഷിഭാവമാണ്. എന്താണ് സാക്ഷിഭാവം എന്ന് പറഞ്ഞാൽ? നമ്മൾ ആലോചിക്കും, സാക്ഷിഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെ നമ്മൾ ഒരു സാക്ഷിയായിട്ട് നിരീക്ഷിക്കുകയാണെന്ന് വെച്ചാൽ അല്ല, അത് നമുക്ക് തലവേദന ഉണ്ടാക്കുക. സാക്ഷിഭാവം എന്ന് പറഞ്ഞാൽ ഗുരുവിനെ അല്ലെങ്കിൽ ഈശ്വരനെ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷിയാക്കുക. നമ്മൾ ബോധപൂർവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഓരോ കാര്യങ്ങളും ചിന്തിക്കലും പ്രവർത്തിക്കുമ്പോഴും ഇത് ഞാൻ അദ്ദേഹത്തിനു വേണ്ടി ചെയ്യുന്നു, അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ അദ്ദേഹം തന്നെ ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തോടു കൂടി നമ്മൾ ചിന്തിക്കും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാക്ഷിഭാവത്തിലാണ്, നിരന്തര സ്മരണയിലാണ്, പരിപൂർണമായിട്ടും നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തയിലാണ്. അങ്ങനെയാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ നെഗറ്റീവ് തോട്ടിനെ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ള ചോദ്യത്തിൽ നിന്ന് അത് ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇത് ബോധപൂർവം ചെയ്യേണ്ടതുണ്ട്. നമ്മളിൽ എല്ലാവർക്കും ഇത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ്. പിന്നീട് ഈ ഭണ്ഡാരയിൽ രാജി വളരെ സന്തുഷ്ടനും സന്തോഷവാനുമായിട്ട് കാണപ്പെട്ടു. അപ്പോൾ ആ അവസാനത്തെ ദിവസം അദ്ദേഹത്തിനോട് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാലാജി മഹാരാജും ബാബുജി മഹാരാജും ഈ ഭണ്ഡാര സമയത്ത് വളരെ സന്തുഷ്ടരാണ്. കാരണം എന്താ, ഒരുപാട് ആളുകൾ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വരുന്നു. 8 സംസ്ഥാനങ്ങളിൽ വ്യാപകമായ തോതിൽ ഈ ആദിശക്തി മഹോത്സവം കൊണ്ടാടുന്നു. ഒരുപാട് ആളുകളെ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കേരളത്തിലും നമ്മൾ എല്ലാ സോണിലും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുത്ത് ആ പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളെയും ഹാർട്ട്ഫുൾനെസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെ 3ഓളം പഞ്ചായത്തുകളിൽ ഈ പരിപാടി തുടരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത വർഷത്തിൽ നമ്മൾ കേരളത്തിലും ഈ വ്യാപകമായ തോതിൽ ഇന്ത്യയിൽ നടത്തുന്ന ആദിശക്തി മഹോത്സവം കൊണ്ടാടണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
ഇതെല്ലാം കൊണ്ടും പിന്നെ അഭ്യാസികൾ നല്ലവണ്ണം പുരോഗമിക്കുന്നുണ്ട്. ഒരുപാട് അഭ്യാസികൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഗുരുപരമ്പര സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അഭ്യാസികളുടെ പുരോഗതി, കൂടുതൽ കൂടുതൽ ആത്മാക്കൾ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വരുന്നു. പല ആധ്യാത്മിക സംഘടനകളും ഹാർട്ട്ഫുൾനെസ്സുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ അദ്വൈതാശ്രമം പോലുള്ള സംഘടനകൾ, ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഹാർട്ട്ഫുൾനെസ്സിനായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതും അഭ്യാസികളുടെ പുരോഗതിയും കാണുമ്പോൾ ലാലാജി മഹാരാജും ബാബുജി മഹാരാജും സന്തോഷം കൊണ്ട് ആനന്ദ നൃത്തമാടുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ഈ സത്സംഗത്തിൽ കാണാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നമുക്ക് എല്ലാവർക്കും ആഹ്ലാദം ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ ഗുരുപരമ്പര സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ആനന്ദത്തിലാണ്. ഓരോ ആധ്യാത്മിക അന്വേഷകനും ആ ആനന്ദം ജീവിതത്തിൽ നിലനിർത്താനുള്ള ഒരു പ്രചോദനമായിട്ട് മാറുന്നു. അദ്ദേഹം പറഞ്ഞു, ലാലാജി മഹാരാജും ബാബുജി മഹാരാജും അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലാലാജി മഹാരാജ് പറഞ്ഞത്, അദ്ദേഹം എഴുതിയിരുന്ന സ്റ്റൈലിൽ ആർട്ടിക്കിൾസ് എഴുതാൻ ദാജിയോട് നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ദാജി തമാശ രൂപത്തിൽ പറഞ്ഞു, ലാലാജി മഹാരാജ് ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം ലേഖനങ്ങൾ അദ്ദേഹം എഴുതുമായിരുന്നു. ആ ലേഖനങ്ങളൊക്കെ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കിയേനെ എന്ന് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു. അതായത് നിരന്തര സത്യം എന്നുള്ള പുസ്തകം നമ്മൾ തുടക്കത്തിൽ വായിച്ചു കഴിഞ്ഞാൽ പരസ്പര വൈരുദ്ധ്യമുള്ള, ആശയക്കുഴപ്പമുള്ള, നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ തമാശ രൂപത്തിൽ ദാജി അവതരിപ്പിച്ചാണ് അദ്ദേഹം നമ്മളെയൊക്കെ കൺഫ്യൂസ് ചെയ്ത് തന്നെ ഇപ്പൊ ജീവിച്ചിരുന്നെങ്കിൽ ലേഖനങ്ങൾ എഴുതിയത്. അപ്പൊ ലാലാജി മഹാരാജന്റെ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ എല്ലാം 3 കാര്യങ്ങളായിട്ട് അദ്ദേഹം പറയാം: സത്വം, രജസ്, തമസ്. സാധകൻ, സാധന, സാധ്യം. ബ്രഹ്മ, വിഷ്ണു, ശിവൻ, എല്ലാം 3 അദ്ദേഹം പറയാം. എല്ലാ കാര്യങ്ങളും അങ്ങനെ അദ്ദേഹം അവതരിപ്പിക്കുക. ആദി, മധ്യം, അന്തം. അപ്പൊ ആ സ്റ്റൈലില് ഭാവിയിലെ ലേഖനങ്ങൾ എഴുതാൻ ദാജിക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു എന്ന് അദ്ദേഹം പറയുണ്ടായി സത്സംഗത്തിന്റെ അവസാനത്തിൽ. ബാബുജി മഹാരാജിലേക്ക് വന്നാൽ ഇദ്ദേഹം ഈ 3 കൂടി ചേർത്ത് ഒറ്റ വാക്കാക്കും ബാബുജി മഹാരാജ്. ഇപ്പൊ സാധകൻ, സാധന, സാധ്യം ചേർത്ത് ബാബുജി സറണ്ടർ, സമർപ്പണം എന്നുള്ള ഒറ്റ വാക്ക് പറയും. ശൂന്യത, എല്ലാ ആധ്യാത്മിക അവസ്ഥകളെയും അതികടന്ന് ദ്വൈതത്തിനും അദ്വൈതത്തിനും അതീതമായി എല്ലാം ലയിക്കുന്ന ആത്യന്തിക സത്തയുടെ അവസ്ഥ മാത്രം. ഇതൊക്കെയാണ് ബാബുജി മഹാരാജിന്റെ പ്രയോഗങ്ങൾ. രണ്ടുപേരും ഒരേ കാര്യം തന്നെ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബാബുജി മഹാരാജ് എനിക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. ഭാവിയിൽ ലവിങ് ഡിറ്റാച്ച്മെന്റ്, സ്നേഹത്തോടെയുള്ള വിരക്തി, അതിനെക്കുറിച്ച് എന്നോട് ഒരു ലേഖനം എഴുതാൻ ബാബുജി മഹാരാജും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ആദിഗുരുവും നമ്മുടെ മിഷന്റെ സ്ഥാപകാചാര്യനും ഗുരു പരമ്പര മുഴുവൻ ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് ഗുരു, അതായത് ദാജി മഹാരാജിനെയും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളെയും അദ്ദേഹത്തിന്റെ കീഴിൽ ഉള്ള എല്ലാ ആധ്യാത്മിക അന്വേഷകരെയും അവരുടെ പുരോഗതിയും ഹാർട്ട്ഫുൾനെസ് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രചരിക്കുന്നതിൻ്റെയും ആ രീതി കണ്ട് അവർ വളരെ സന്തോഷത്തിലാണ് എന്നുള്ള വസ്തുത ദാജി നമ്മളെ അറിയിക്കേണ്ടായി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആനന്ദകരമായ ഒരു അവസരമാണത്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ഹാർട്ട്ഫുൾനെസ് പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആകെ എന്താ വേണ്ടത്? നമ്മൾ സന്നദ്ധരാവുക, ഹൃദയം തുറന്നിരിക്കുക, കണ്ണടയ്ക്കുക, ഈ പ്രാണാഹുതി സ്വീകരിക്കുക. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. മെഡിറ്റേഷൻ, ക്ലീനിങ്, പ്രേയർ, ഇത്രയല്ലേ ഉള്ളൂ.
ഇത്ര ലളിതമായ ഈ മാർഗം കൊണ്ട് പ്രാണാഹുതിയുടെ സഹായത്തോടെ ഉന്നതമായ ആധ്യാത്മിക നില നേടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഈ സാധന അതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം പറയുന്നത് നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ ആത്മീയ സാധനയിൽ അല്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ് പരിശീലന പരിപാടിയിൽ നമ്മൾ സംതൃപ്തരാണോ എന്ന് നമ്മൾ നോക്കും. സംതൃപ്തരല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളതിൽ കറക്റ്റ് ചെയ്യാനുള്ളത് എന്ന് ബോധപൂർവം മനസ്സിലാക്കി കറക്റ്റ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രധാനമായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു വസ്തുത എന്താണ്? നമ്മുടെ മനോഭാവമാണ്. എല്ലാ സാഹചര്യത്തിലും പോസിറ്റീവായിട്ടുള്ള മനോഭാവം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതാണ് നമ്മുടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഭാവി നിശ്ചയിക്കുന്നത്. താങ്ക് യു. നമസ്കാരം.